ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടപ്പോഴേ അതിൽ ബജി മുളകിൻ്റെത് ഒരു നോമ്പ് തുറക്ക് ഞാൻ കഴിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ എങ്ങനെ അത് ഉണ്ടാക്കുന്നതെന്ന് എന്നോട് 2-3 പേര് ചോദിച്ചിരുന്നു. പിന്നെ എനിക്ക് പേഴ്സണലി മെസ്സേജ് കുറേ വന്നിരുന്നു. അപ്പോൾ ഫസ്റ്റ് നമ്മളത് പൊരിക്കാനുള്ള മാവ് ഉണ്ടാക്കി വെക്കണേ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കടലമാവും മൈദപ്പൊടിയും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കി വെക്കട്ടോ. മാവ് ഫസ്റ്റ് തന്നെ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നത് ഈ ഒരു സീഡാണ്, അയമോദകം എന്ന് പറയും. അപ്പോൾ അത് കുറച്ചെടുത്താൽ മതി കേട്ടോ, വല്ലാണ്ട് എടുക്കരുത്. ഇത് കണ്ടോ, ഞങ്ങളിപ്പോൾ 4 മുളകിന് ഇത്ര കുറച്ചെടുത്തിട്ടുള്ളൂ. അതിലേക്കൊരു പിഞ്ച് ഉപ്പിടുക, പിന്നെ നാരങ്ങ നീര് ഒറ്റിക്കട്ടോ. നാരങ്ങ നീര് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി വരും കേട്ടോ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് മുളക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് നടുവിലൊന്നിങ്ങനെ വരണ്ട് വെക്കുക. ഞങ്ങളിവിടെ ഞാനും ഉമ്മയും മോളും മാത്രമല്ല, മോള് കഴിക്കുമല്ലോ, അപ്പോൾ എനിക്കും ഉമ്മാക്കും വേണ്ടിയിട്ട് ഞങ്ങൾ 4 എടുത്തിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇത് നന്നായിട്ട് സെൻറ്ററിൽ ഇങ്ങനെ ഇതുപോലെ ഒന്ന് വരണ്ട് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അയമോദകല്ലേ അത് നിറച്ച് കൊടുക്കുക. അത് ഒന്നായിട്ടല്ല, ജസ്റ്റ് ഇത് തന്നെയാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കുറച്ചൊന്ന് അങ്ങനെ പുരട്ടി കൊടുക്കുക, 4 പുരട്ടി കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ചില്ലേ മാവില്ലേ, അതിൽ കോട്ട് ചെയ്തിട്ട് പൊരിച്ചെടുക്കുക കേട്ടോ. അങ്ങനെയാണ് ഞാൻ മുളക് ബജി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പൊരിക്കാൻ വേണ്ടിയിട്ട് സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ പൊരിക്കാൻ നോക്കുക. എന്നിട്ട് പിന്നെ നല്ല രീതിയിലാണ്ട് ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. മാവ് മുന്നേ തന്നെ കൂട്ടുന്നത് എന്താ വെച്ചാൽ കുറച്ചൊന്നും ഇങ്ങനെ പൊന്തി വരും. നമ്മൾ സോഡപ്പൊടി ഒന്നും ചേർക്കണില്ല. ഇവിടെ മൈദപ്പൊടിയും കടലമാവും ഒരേ അളവിലെടുത്തിട്ടാണ് പൊരിക്കുന്നത്. കുറച്ച് മുന്നേ ആക്കി വെച്ചാൽ കുറച്ചൊന്ന് പൊന്തി വന്നോളും. അപ്പോൾ ഇതിപ്പോൾ അയമോദകത്തിന് പകരം നമ്മൾ തേങ്ങ യൂസ് ചെയ്യും കേട്ടോ. ചിലപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് പറ്റാത്തവർക്ക് ഇതേ സെയിം പോലെ തന്നെ നമ്മൾ അയമോദകം ചെയ്തില്ലേ അതേപോലെ തന്നെ തേങ്ങ വെച്ചിട്ട് ചെയ്യും കേട്ടോ. തേങ്ങയും പച്ചമുളകും നാരങ്ങൻ്റെ നീരും വെച്ചിട്ട് മിക്സ് ചെയ്തിട്ട് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കണ്ട് എന്നിട്ട് മുളകിൻ്റെ ഉള്ളിൽ പുരട്ടി കൊടുത്തിട്ട് ഇതേപോലെ മാവിൽ മുക്കി പൊരിക്കുകയും ചെയ്യും. സെയിം തന്നെയാണ്. പക്ഷേ ഇതെന്താണ് വേണ്ടി ഇത് വേറൊരു ടേസ്റ്റാട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ മുളക് ബജി ഇട്ടാ ഞങ്ങൾ ഉണ്ടാക്കുന്ന സ്റ്റൈൽ ഇതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടപ്പെടും കേട്ടോ എല്ലാവർക്കും. അപ്പോൾ ചെയ്തിട്ടൊന്ന് അഭിപ്രായം പറയണേ. അപ്പം എന്നാൽ ശരി.